അപ്പോൾ സുഹൃത്തുക്കളെ, കാണികൾ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരുന്ന ആ ചലഞ്ച് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരേ അളവിലുള്ള ഇപ്പോൾ കറക്റ്റ് ഇത് അച്ചടിച്ചുള്ള അല്ല, മാറ്റണോ? വലിപ്പം നോക്കാൻ എനിക്ക് തോന്നിയല്ലോ അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു ക്യാരറ്റ് തീറ്റ മത്സരം നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഫുഡ്സ് ആണ് കേട്ടോ. അവിടെ സാധനം അവിടെ ഉണ്ട്. ഇന്നലത്തെയും ഒക്കെ ഒലഞ്ഞാണ് സ്പോൺസർ, വേറെ സ്പോൺസർ ഒന്നും ഇല്ല ഇതില്. അപ്പോ ഈ ഒരു മത്സരം എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്യാരറ്റ് എത്രയും പെട്ടെന്ന് തിന്ന് തീർക്കുന്നത് ആരാണോ ഓൽക്കാണ് നമ്മൾ ദുബായ് സ്പെഷ്യൽ, ദുബായിൽ നിരവധി ഓളങ്ങൾ ഉണ്ടാക്കിയ കുനാഫ ചോക്ലേറ്റ് നാട്ടിലിറക്കിയ കമ്പനി ആയിട്ടുള്ള ഫുഡ്സ് നൽകുന്ന കുനാഫ ചോക്ലേറ്റ് സമ്മാനമായിട്ട് കൊടുക്കാൻ പോണത്. എടാ ശ്രദ്ധിക്ക്. അപ്പൊ ഞമ്മക്ക് ഡൽഹി ആദ്യം വിജയികൾക്ക് കിട്ടാനുള്ള സാധനം ഒന്ന് കാണിച്ചു തരട്ടോ. അതൊന്ന് പിടിച്ച നിങ്ങളെ ഓരിയൊക്കെ ഇവിടെ ഇനി പൊട്ടിച്ചാണ്ടല്ലോ സൽമാനെ, തലമണ്ടക്കണ് കിട്ടുട്ടോ. അപ്പൊ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് ഇതാട്ടോ, ഫുഡ്സ് നൽകുന്ന കുനാഫ ഉണ്ടാ. കുനാഫ എന്ന് പറഞ്ഞാല് കുനാഫൻ്റെതല്ല, ചോക്ലേറ്റ് കുനാഫ. ഇതിനെന്താ പറയടാ, എന്താ പറയാ? കുനാഫ ചോക്ലേറ്റ്. പടക്കപ്പെട്ടി ഇഷ്ടപ്പെട്ടാ? ഇത് ചെറുതാണ്. ഇതേപോലെ ഇതിലെ വിജയിനെ കാത്തിരിക്കണത്, വിജയിനെ കാത്തിരിക്കണ. അപ്പോ ചാലഞ്ച് ഇവിടെ ആരംഭിക്കണം. എല്ലാവരും ക്യാരറ്റ് ഓൺ യുവർ മാർക്ക്. കൊടുക്ക് സൽമാൻ, കൊടുക്ക്. 1 2 3 കാട്ട് പൊടി. 1 ചെറുതോ കൊടുത്ത് ഇത് പൊടി എനിക്ക് കിട്ടിയല്ലോ. എന്നാ ഇത് വലുപ്പം കൂടുതലുണ്ടോ? അത് കുറച്ച് വലുപ്പം കൂടുതലുണ്ട്. എൻ്റെ എവിടെ? ഇത് അനക്കേ തന്നിട്ടില്ലല്ലോ, പിന്നെ അനക്ക് എങ്ങനെ സാധനം കിട്ടി? അഫീഫിൻ്റെ നല്ല വലുതാ. അഫീഫിന് ഇതാട്ടോ ഏകദേശം സെയിം വലുപ്പമുള്ള സാധനം റെഡി ആക്കുന്നുണ്ട്. അവിടെ കേൾക്കട്ടെ. ആ കട്ടായി. റൂൾസ് പറഞ്ഞാൽ എന്തൊക്കെയാ വെച്ചാല്, ഫുള്ള് കഴിച്ച് കഴിയണം, ഇറക്കി കഴിയണം. അതില്ല, കഴിഞ്ഞു പറയാൻ പറ്റില്ല. ഫുള്ള് ഇറക്കി കഴിഞ്ഞ് ഏറ്റവും ആദ്യം നാവ് പുറത്തേക്കിട്ട് ഫുൾ ക്ലിയർ ആക്കുന്ന ടീമിനാണ് നമ്മൾ എന്ത് കൊടുക്കാൻ പോണത്? കുനാഫ ചോക്ലേറ്റ്. കുറച്ചീച്ച. അത് കറക്റ്റ്. തോട ഒഴിവാക്കിയത്. അത് ഇതിന്റെ മേലെ ഭാഗം ഒഴിവാക്കിട്ടപ്പം തോട ഒഴിവാക്കി. അഫീഫാണ് ഏറ്റവും പാകം. ഇതില് സത്യസന്ധതയോടെ തോട ഒഴിവാക്കി അഫീഫാണ്. ഇപ്പോഴും തോട അവിടെ ബാക്കിയാ, ഒഴിവായി പോയിട്ടില്ല. മൂഡ്. അപ്പൊ അത്ലറ്റ്സ് ഓൺ യുവർ മാർക്ക്. എങ്ങനെ പിടിച്ചാണോ? അത്ലറ്റ്സ് ഓൺ യുവർ മാർക്ക്. സെറ്റ് പി. ഇങ്ങനെ ഇന്നത്തെ ആസ്വദിച്ചിരുന്ന കഴിയൂല കേട്ടോ. എടാ ഫസ്റ്റ് തിന്നവൽക്കാ കിട്ടിയ അങ്ങനെ എന്തൊരു ഇതില്ലാത്ത ഇതൊക്കെ അടിച്ച ഇത് ഇറങ്ങണ്ടേ? എന്തേ ഇപ്പൊ പേരും തീരാൻ പാടില്ല. പിന്നെ മൊയലാണ്. ഇപ്പൊ മൊയൽ പോലെ തിന്നു. ഫുള്ള് തൊണ്ണിലെടുത്തേക്ക. എന്തായാലും പല്ല് പുറത്തേക്ക് കേടിയോ? അപ്പൊ നമ്മുടെ മത്സരാർത്ഥികൾ ആവേശത്തോടെ ഓരോ ക്യാരറ്റും ഞൊം പറഞ്ഞ് തിന്നുകയാണ്. മത്സരം അതിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്നു. ഓരോരുത്തരും വളരെ ഫാസ്റ്റ് ആയിട്ട് എടുത്തു തന്നെ നമുക്ക് കാണാം. നോക്കട്ടെ കേട്ടോ. പല്ലതിൻ്റെ ഒപ്പം കുടുങ്ങി ഉള്ളിൽ പോയിക്കോ നോക്ക്.
കഴിഞ്ഞോ? എടാ ഇതാ വിന്നർ നമുക്കിതാ നമ്മുടെ വിന്നർ റെഡി ആവുകയാണ്. ജിമ്മിന്റെ അടുത്ത് ഇനി ഒരു പൊട്ട് മാത്രമേ ബാക്കിയുള്ളൂ. അത് തൊണ്ടല്ലേ? അപ്പൊ ജിമ്മി ലാസ്റ്റ് പീസ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ആഫീഫും ജിമ്മിയും തമ്മിലുള്ള വൻ മത്സരം ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തുമ്പോൾ ക്യാരറ്റ് കയ്യിലില്ലാതെ ഇതാ പടച്ചോരെ എത്തിയോ? അടക്ക ആദ്യം നാവ് പുറത്തുക്കണം. ആദ്യം നാവ് പുറത്തുക്കണം. അവര് 1 2 എത്രാമത്? 4ാമത്. എന്തേ ഇവിടെ എടുത്തിട്ടില്ലേ? കൊറേ ഇംപ്ലാന്റുകളുണ്ടോ? ഇംപ്ലാന്റ് മൊത്തം വലിഞ്ഞാണ്ട് ഫുള്ളായില്ല. ജിമെല്ലാം തിന്നാ മതി. എനിക്ക് എന്തായാലും പരിഗണന ഉണ്ട്. അപ്പോ നമ്മുടെ വിന്നറിന് നമ്മളിതാ ഫുഡ്സ് കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ് നമ്മൾ കൊടുക്കാൻ പോവാണ് സമ്മാനമായിട്ട്. തുറക്കൂ. ആത്മാർത്ഥമായിട്ട് പറയണെങ്കിൽ ഇതൊരു കഷ്ടം കൂടി ഉണ്ട്. അപ്പൊ ജിമ്മി അടിയിൽ തൊണ്ടി കെട്ടി സത്യസന്ധത പുലർത്തിട്ടോ. ഒരു പൊട്ടെടുത്തിട്ട് ഇങ്ങനെ നല്ല കടൽ കഴിഞ്ഞില്ലല്ലേ? സത്യസന്ധതക്ക് ഒരു സമ്മാനം എന്താ? സത്യസന്ധത വെളിപ്പെടുത്തിയതിന് കാരണം ഇതാണ് ഇന്നത്തെ ആദ്യം വീഡിയോന് മുന്നിൽ വന്നാരാ ജിമ്മി. അപ്പോൾ ജിമ്മിക്ക് ഇന്നത്തെ കാലത്ത് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് സത്യവും സനാതന ധർമ്മങ്ങളും മൂല്യങ്ങളൊക്കെ. വാല്യൂസും തീരെ പ്രസക്തി ഇല്ല. അപ്പോൾ അത് അവസാനമെങ്കിലും സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് കള്ളത്തരം കാണിക്കായിരുന്നു. ബാക്കിൽ കുറെ കള്ളന്മാരുണ്ട്. ഞാൻ കണ്ടതുമില്ല. ഏതായാലും ആദ്യം അത് പ്രഖ്യാപിച്ചതിന് ഈ സത്യസന്ധത എന്നും നിലനിർത്താൻ സത്യസന്ധതക്ക് ഒരു വലിയ പഠനം കൊടുക്കുന്ന എന്നായിക്കോട്ടെ. ചെറുതെടുത്ത്